നമുക്ക് ഈ കുർത്തി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിന്റെ നമുക്ക് ഒരു മെഷർമെന്റ്സ് അല്ല, ഇതിൽ ഏത് ബോഡി മെഷർമെന്റ് വന്നാലും ഏത് ബോഡി ഷേപ്പ് ഉള്ള ആൾക്കും എങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന്റെ ബുക്കിനകത്ത് കാൽക്കുലേഷൻസ് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ പല ടൈപ്പുള്ള കുർത്തികൾ ഇങ്ങനെ പഠിക്കുകയാണ്. കാരണം ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ ടൈപ്പുള്ള കുർത്തി എന്ന് പറയുമ്പോൾ ഈ കാൽക്കുലേഷൻസ് ഉപയോഗിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. ഇപ്പൊ വേറെ ഒരു ടൈപ്പ് കുർത്തി ആകുമ്പോൾ അതിന്റെ കാൽക്കുലേഷൻസിനകത്ത് വ്യത്യാസം ഉണ്ടാവും. എങ്കിലേ നമുക്ക് എല്ലാം ഒരേ കാൽക്കുലേഷൻസ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർഫെക്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഓരോ കുർത്തികൾക്കും നമുക്ക് കാൽക്കുലേഷൻസിന് ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു ഇപ്പൊ ഈ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഈ ടൈപ്പുള്ള കുർത്തി ഈ കാൽക്കുലേഷൻ മാത്രം ഉപയോഗിച്ച് ചെയ്യുക. അത് നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യാവുള്ളൂ. ചില ആൾക്കാരുണ്ട്, നമുക്ക് ഏത് ഡ്രസ്സായാലും ഒറ്റ രീതിയിൽ കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം നമുക്ക് ആ ഒരേ രീതിയിലുള്ള ആ ഒരു ഇതേ കിട്ടുള്ളൂ. നമുക്ക് ആ കുർത്തികൾ കൊണ്ട് ഈ കുർത്തിയുടെ ചേഞ്ചസ് വരുമ്പം ആ ഫിറ്റിങ്ങിനകത്ത് വ്യത്യാസം നമുക്ക് എടുത്തറിയാൻ പറ്റത്തില്ല. കാരണം ഫിറ്റിംഗ് കറക്റ്റ് ആയിട്ട് എടുത്തറിയണമെന്നുണ്ടെങ്കിൽ ആ കാൽക്കുലേഷനകത്ത് ആ വ്യത്യാസം നമ്മൾ കൊണ്ടുവരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു ലൈൻ കറക്റ്റ് വരയ്ക്കാം. ഓക്കെ, ഇവിടുത്തെ മെഷർമെന്റ് ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്ന മെഷർമെന്റ് ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് ഏത് അളവ് വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം ഈ മാർക്ക് ചെയ്യുന്നതിന് മെഷർമെന്റ് ഞാൻ പറയാം. നമുക്ക് ഇറക്കം വരുന്നത് 45 അതുപോലെ തന്നെ ചെസ്റ്റ് വണ്ണം 35, ബ്രസ്റ്റ് വണ്ണം 36, വേസ്റ്റ് വണ്ണം 31, ആം ഹോള് 15 വരുന്നത്, ഷോൾഡർ 15 വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ഷോൾഡർ ലൈൻ മാർക്ക് ചെയ്യാം. ഷോൾഡർ ലൈൻ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോപ്പ് വേണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. സ്ലോപ്പ് വേണോ എന്നുള്ളത് എല്ലാവരുടെയും ബോഡി ഷോൾഡർ പല രീതിയിലാണ് വരുന്നത്. നോർമലായിട്ട് ഷോൾഡർ സ്ലോപ്പ് ഉള്ള ആളുണ്ട്, നല്ല വൃത്തിക്ക് ചരിവുള്ള ആളുകളുണ്ട്. എന്നാൽ അധികം ഷോൾഡർ സ്ലോപ്പ് വരാത്ത, സ്ട്രൈറ്റും അല്ല എന്നാൽ ചെറിയ ചരിവും വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല ടൈപ്പുള്ള ആൾക്കാരാണ് വരുന്നത്. അത് നമ്മൾ എപ്പോഴും ഒരാളെ കാണുമ്പോൾ നമ്മൾ അവരുടെ ഷോൾഡർ സ്ലോപ്പ് മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കുക എന്നുള്ളതാണ്. ഷോൾഡറിന്റെ സ്ലോപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഞാൻ പറയാം. നമുക്ക് ഒരു ബോഡി ഷോൾഡർ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഒരു 15 ഇഞ്ച് ഷോൾഡർ അല്ലെങ്കിൽ ഒരു 14 ഇഞ്ച് ഷോൾഡർ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് 1 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാം. അതുപോലെ 16, 17, 18 ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് 1.25 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാം. 19, 20 ഒക്കെ ആണെങ്കിൽ നമുക്ക് 1.5 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാം. ഇതാണ് നോർമൽ വരുന്ന ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു ഷോൾഡർ സ്ലോപ്പിന്റെ അളവ് വരുന്നത്. എന്നാൽ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ട്, അവരെ സ്ലോപ്പ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല, നമുക്ക് 4 ഇഞ്ച് കുറച്ച് കൊടുത്താലും മതി, ഒരിക്കലും കൂടരുത്. കഴുത്തിറക്കം വരുന്ന ടൈപ്പുള്ള കട്ടിങ്ങിൽ വരുമ്പം ഷോൾഡർ സ്ലോപ്പ് നമ്മൾ 4 ഇഞ്ച് കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല, കൂടാൻ പാടില്ല. അതായത് നമുക്ക് കഴുത്തിറക്കം നമ്മൾ നോക്കണം. ഇവിടെ നമുക്ക് കഴുത്തിറക്കം വരുന്നത് ഫ്രണ്ട് നെക്ക് 6.5 ഇഞ്ച് ഇറക്കമാണ് വരുന്നത്. ബാക്ക് നെക്ക് നമുക്ക് വരുന്നത് 3.5 ഇഞ്ച് ഇറക്കമാണ് ബാക്ക് നെക്ക് വരുന്നത്. അന്നേരം അതിന്റെ വൈഡ് വരുന്നത് നമുക്ക് ഇവിടെ 7.5 ഇഞ്ചോ 8 ഇഞ്ചോ വൈഡ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അത് അത്രയും വൈഡാണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലൂടെ വേണം ഷോൾഡർ സ്ലോപ്പ് നമ്മൾ കൊടുക്കാനൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ഹൈനെക്ക് രീതിയിലൊക്കെ വരുന്നുണ്ട്. ഹൈനെക്ക് രീതിയിൽ വരുന്ന കട്ടിങ് നമ്മൾ ഇനിയിപ്പം അടുത്ത ക്ലാസ്സുകളിലൊക്കെ വരുന്നുണ്ട് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് സെക്ഷൻ നമുക്ക് അതിനകത്ത് നോക്കാം. എങ്കിലും മനസ്സിലാവാനെ കൊണ്ട് ഞാൻ പറയാം. നമുക്ക് ഹൈനെക്ക് സെക്ഷനൊക്കെയാണ് വരുന്നെങ്കിൽ നമുക്ക് ഷോൾഡർ സ്ലോപ്പ് എത്രയാണോ വേണ്ടത്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞല്ലോ ഒരു കോമൺ അളവ് വരുന്ന 15 ഇഞ്ച് 16 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞല്ലോ, ആ അളവിനകത്തെ ഷോൾഡർ സ്ലോപ്പ് തന്നെ നമ്മൾ കൊടുക്കണം. നമുക്ക് കഴുത്തിറക്കവും വൈഡും ഒക്കെ ഉള്ളതാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചേ കൊടുക്കാവുള്ളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഷോൾഡറിന്റെ ഭാഗം കിളന്ന് നിൽക്കും, നമ്മൾ കരുത്ത് വരുന്ന ഭാഗം. അത് ഇവിടെ നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ 7.5 അല്ലെങ്കിൽ 8 ഇഞ്ച് വൈഡ് നമുക്ക് ഇവിടെ കൊടുക്കാം. ബാക്ക് നെക്ക് 3.5 ഇഞ്ചാണ് ഇറക്കുന്നത്, ഫ്രണ്ട് നെക്ക് 6.5. ഓക്കെ, ഇങ്ങനെയൊക്കെ അളവ് വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഷോൾഡർ ഇവിടെ 15, അത് വെച്ച് നോക്കുകയാണെങ്കിൽ 1 ഇഞ്ച് സ്ലോപ്പ് നമ്മൾ കൊടുക്കണ്ടേ. പക്ഷെ നമുക്ക് ഇത്രയും വൈഡ് ഒക്കെ വരുന്നുണ്ട്, നമ്മളൊരു 4 ഇഞ്ച് കുറച്ചാണ് കൊടുക്കുന്നത്. ഷോൾഡർ സ്ലോപ്പിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളൊരു 4 ഇഞ്ച് കുറച്ച് കൊടുത്താൽ മതി. പക്ഷേ ഹൈനെക്കാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുകയും വേണം. ഇവിടെ കഴുത്ത് വൈഡ് ഇത്രയും വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് നമുക്കൊരു 3/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡറിന്റെ കാൽക്കുലേഷൻ ആണ്. ഷോൾഡറിന്റെ കാൽക്കുലേഷൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കഴുത്തിന്റെ ഇറക്കം നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കഴുത്തിന്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ ഏത് ഇറക്കമാണ് ഏറ്റവും കുറവ് വരുന്നത്, ഫ്രണ്ട് ഇറക്കോ ബാക്ക് ഇറക്കോ ഏതും വരാം അല്ലെ. ഫ്രണ്ട് ചിലപ്പോൾ ഇറങ്ങി വരാം, ബാക്ക് കയറി വരാം അല്ലെ. ബാക്ക് കയറി വന്നിട്ട് ഫ്രണ്ട് നമുക്ക് നല്ല വൃത്തിക്ക് ഇറക്കി ഉപയോഗിക്കാം, അങ്ങനെ ചെയ്യാം. അത് ഏത് ഇറക്കമാണ് നമുക്ക് കുറവ് വരുന്നത് ആ അളവ് വെച്ചിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതായത് നമുക്കിപ്പം ഇവിടെ വന്നേക്കുന്നത് ബാക്ക് നെക്ക് 3.5 അല്ലേ, ഫ്രണ്ട് നെക്ക് 6.5. അതിന് ആ 3.5 ഇഞ്ചിന്റെ അനുസരിച്ചുള്ള കാൽക്കുലേഷൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതിപ്പോ നമുക്ക് ഫ്രണ്ട് നെക്ക് ഒരു 5 ഇഞ്ചാണ്, ബാക്ക് നെക്ക് ഒരു 7 ഇഞ്ച് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറവ് വരുന്ന കഴുത്ത് ഏതാ 5 ഇഞ്ചിന്റെ ആ അളവ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അത് ഇത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു 3 ഇഞ്ച് അല്ലെ 2 ഇഞ്ച് ഒരു 4 ഇഞ്ചിന് താഴേക്ക് ഇറക്കം വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒറിജിനൽ നമ്മുടെ ബോഡി ഷോൾഡർ എത്രയാണോ, നമ്മൾ ബോഡി ഷോൾഡർ എടുക്കുന്നത് ബാക്ക് ഷോൾഡർ ആണല്ലോ എടുക്കുന്നത്. അതിനകത്തും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ബോഡി ഷോൾഡർ എന്ന് പറയുമ്പോൾ ബാക്ക് ഷോൾഡറും ഫ്രണ്ട് ഷോൾഡറും തമ്മിൽ അളവിന് വ്യത്യാസം ഉണ്ടാവും. ബോഡിയുടെ ഷേപ്പ് അനുസരിച്ച് എപ്പോഴും ബാക്ക് ഷോൾഡറിനെക്കാട്ടിലും കുറവായിരിക്കും ഫ്രണ്ട് ഷോൾഡർ വരുന്നത്. നമ്മൾ കട്ട് ചെയ്യുമ്പോഴും അഡ്വാൻസ്ഡ് കാൽക്കുലേഷൻ വരുമ്പോൾ ആ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ബാക്ക് ഷോൾഡർ കൂടുതലിട്ട് ഫ്രണ്ട് ഷോൾഡർ കുറച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അന്നേരമാണ് ആ പെർഫെക്ഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഓക്കെ, നമുക്കൊരു 2 ഇഞ്ച് 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ ഇറക്കം വരുവാണെങ്കിൽ
കഴുത്തിറക്കം വരുവാണെങ്കിൽ, ഏറ്റവും കുറവ് വരുന്ന ഇറക്കം വരുവാണെങ്കിൽ നമുക്ക് ഒറിജിനൽ ബോഡി ഷോൾഡർ എത്രയാണോ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അത്രേ ഉള്ളൂ. അത് ഇവിടെ വന്നേക്കുന്ന 3.5 ഇഞ്ച് അല്ലേ ബാക്കി വന്നേക്കുന്നത് അല്ലേ? 3.5 ഇഞ്ച് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒറിജിനൽ ബോഡി ഷോൾഡറിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കണം. ഒറിജിനൽ ബോഡി ഷോൾഡർ ഇവിടെ വരുന്നത് 15 ആണ്. 15 നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 14 കിട്ടി. 14ന്റെ പകുതി 7 ഇഞ്ച്. ഫ്രണ്ട് ഷോൾഡർ മാർക്ക് ചെയ്യുന്ന പറയുന്നത്, ബാക്ക് ഷോൾഡർ മാർക്ക് ചെയ്യുന്നതിനകത്ത് വ്യത്യാസമുണ്ട്. അത് നമുക്ക് ബാക്ക് കട്ട് ചെയ്യാൻ നേരത്ത് പറയാം. അന്നേരം 7 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. 7 ഇഞ്ച് കിട്ടിയെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? നമുക്കിവിടെ ഇറക്കം വന്നേക്കുന്നത് 3.5 ഇഞ്ചാണ് അല്ലേ? ഇപ്പൊ 3 ഇഞ്ച് വന്നാലും 2 ഇഞ്ച് വന്നാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒറിജിനൽ ബോഡി ഷോൾഡർ എത്രയാണോ വരുന്നത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുക. 15 നിന്ന് 1 ഇഞ്ച് കുറച്ചപ്പോൾ 14, അതിന്റെ പകുതി 7 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇനിയിപ്പോ ഇതിൽ കൂടുതൽ ഇറക്കം വരുന്നില്ലേ? നമുക്കൊരു 5 ഇഞ്ച് ഇറക്കം വരാം അല്ലേ? 5 ഇഞ്ച് വരാം, 6 ഇഞ്ച് വരാം, 6.5 വരാം ഇല്ലേ? ഇറക്കം വരാം. അത് അങ്ങനെയൊക്കെയാണ് മെഷർമെന്റ് വരുമെങ്കിൽ 1 ഇഞ്ചിന് പകരം നമുക്ക് 1.5 ഇഞ്ചാണ് കുറയ്ക്കേണ്ടത്. അത് ഒറിജിനൽ ബോഡി ഷോൾഡർ എത്രയാണോ അതിൽ നിന്ന് 1.5 ഇഞ്ച് കുറച്ചിട്ട് അതിന്റെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ കഴുത്തിറക്കവും നോക്കണം, ഫ്രണ്ടും ബാക്കിനകത്ത് ഏതാണോ കുറവ് വരുന്നത് അതിന്റെ വെച്ചിട്ട് വേണം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണോ നമ്മുടെ ബോഡി ഷോൾഡർ വരുന്നത്, ഏതളവായാലും എത്രയാണോ ബോഡി ഷോൾഡർ വരുന്നത് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് 15 ആണ് വരുന്നത്. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 ഇഞ്ച് കിട്ടും. ആ 3 ഇഞ്ചിന്റെ അവിടെ നിന്ന് സ്ലോപ്പ് നമുക്ക് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് ആം ഹോളിന്റെ ഡെപ്ത് കണ്ടുപിടിക്കുന്നത്. ആം ഹോളിന്റെ ഡെപ്ത് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് ചെസ്റ്റിന്റെ എത്രയാണ് നമുക്ക് ചെസ്റ്റിന്റെ കാൽക്കുലേഷൻ വരുന്നത് നോക്കാം. നമുക്ക് ഇവിടെ ചെസ്റ്റും ബ്രസ്റ്റും വേസ്റ്റും സെയിം കാൽക്കുലേഷൻ ആണ്. അതായത് എത്രയാണോ വണ്ണം വരുന്നത്, ബോഡി മെഷർമെന്റ് വരുന്നത്, അതിനെ ആദ്യം നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലൈനിങ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 3/4 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക. നോർമൽ ആണെങ്കിൽ 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് ചെസ്റ്റ് വരുന്നത് 35 ആണ്. 35നെ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കിട്ടും? 8.25 കിട്ടും. അതിൻ്റെ 3/4 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക. 8.25 9.5 നമുക്കിവിടെ ചെസ്റ്റിന്റെ മാറിങ്ങി വരേണ്ടത്. ഇനി അതിനുശേഷം നമുക്ക് നോക്കേണ്ട ആം ഹോൾ ആണ്. ഇവിടെ നമുക്ക് സ്ലീവ്ലെസ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സ്ലീവ്ലെസ് പല ടൈപ്പ് ഉണ്ട്. ഈ സ്ലീവ്ലെസിന്റെ കട്ടിങ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ലീവ് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പൊ ഈ ഒരു ടൈപ്പിന് കുർത്തിക്കകത്ത് നിങ്ങൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് സ്ലീവിന്റെ കാൽക്കുലേഷൻ, നമ്മൾ കുർത്തിക്കകത്ത് സ്ലീവിന്റെ കാൽക്കുലേഷൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചുരിദാറിനകത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സെയിം സ്ലീവിന്റെ കാൽക്കുലേഷൻ വെച്ച് സ്ലീവ് കട്ട് ചെയ്തിട്ട് ജോയിന്റ് ചെയ്യാം. കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും, ഒരു കുഴപ്പവും വരുന്നില്ല. എന്നാൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പറ്റാത്ത സ്ലീവ്ലെസ്സുകളുണ്ട്. അത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പം നമ്മൾ പഠിക്കുന്നതിനകത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ. അതിന് ഇവിടെ നമുക്ക് സ്ലീവ്ലെസ് ഇതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഒറിജിനൽ ബോഡി ഷോൾഡർ എത്രയാണോ, ലൈനിങ് ആണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് കൂട്ടുക എന്നുള്ളതാണ് ലൂസ്. നോർമൽ ആണെങ്കിൽ 1 ഇഞ്ച് കൂട്ടിയാൽ മതി. ഇവിടെ നമുക്ക് വന്നേക്കുന്നത് 15 ആണ് ഒറിജിനൽ ബോഡി ആം ഹോൾ വന്നേക്കുന്നത്. 15ന്റെ കൂടെ 1.5 കൂട്ടുമ്പോൾ 16.5. 16യുടെ പകുതി എത്ര? 8.25. അത് 8.25 നമുക്കിവിടെ ആം ഹോൾ വൺ സൈഡ് വരേണ്ടത്. മൊത്തത്തിലുള്ള അളവാണ് 16.5. അതിലൂടെ ഫ്രണ്ട് പോർഷൻ ആണല്ലോ കട്ട് ചെയ്യുന്നത്. അത് നമുക്ക് 8.25 കിട്ടണം. ഈ രണ്ടളവ് നമ്മൾ ആദ്യമേ കറക്റ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ഡെപ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെ നോക്കാം. നമുക്ക് ഇവിടെ കിട്ടിയ അളവ് എത്രയാണോ, ഇവിടെ എത്ര അളവ് വേണേലും വരാം കേട്ടോ. വണ്ണത്തിന്റെ അനുസരിച്ച് ഇവിടെ ഇപ്പോൾ 9.5 വന്നിരിക്കുന്നത്. ചിലപ്പം 10 വരാം, 11 വരാം, 12 വരാം, ചിലപ്പം 8 വരാം, 9 വരാം, എത്ര വേണമെങ്കിലും വരാം. അത് എത്ര ആണോ വരുന്നത് അതിൽ നിന്ന് 3/4 ഇഞ്ച് കുറയ്ക്കാം. ഇവിടെ എത്ര കിട്ടുന്നോ, കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നോ അതിൽ നിന്ന് 3/4 ഇഞ്ച് കുറയ്ക്കാം. ഇവിടെ കിട്ടിയിരിക്കുന്നത് 9.5 ആണ്. 9.5 3/4 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 8.25. ആ കിട്ടുന്ന അളവ് 8.25 ഉണ്ടല്ലോ, അത് രണ്ടാമത്തെ ലൈനിൽ വെക്കണം. രണ്ടാമത്തെ ലൈനിൽ വെച്ച് നമ്മൾ ടേപ്പ് ഇങ്ങനെ നോക്കണം. എന്നിട്ട് ഈ ലൈൻ ഉണ്ടല്ലോ നമ്മൾ വരച്ച ഷോൾഡർ ലൈന്, ഈ ലൈൻ ഏത് അളവിലാണ് ഈ മാർക്കിംഗ് കറക്റ്റ് വരുന്നത് നോക്കണം. ഏത് അളവിലാണ് വരുന്നത്? 1.25 വരുന്നത്. 1.25 വരുന്നത്. അത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ 8.25 നീ 1.25 കുറച്ചാൽ മതി. അതാണ് ഇവിടുത്തെ ഇറക്കം വരുന്നത്. 8.25 1.25 കുറച്ച് എത്ര കിട്ടും? 6.5 കിട്ടും. 6.5 നമ്മൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. അതല്ല നമ്മൾ കുറയ്ക്കാനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇവിടെ കറക്റ്റ് വെക്കണം. 8.25 അല്ലേ? 8.25 കറക്റ്റ് വെക്കുക. 1.25 കറക്റ്റ് കിട്ടി. ഇവിടെ കിട്ടുന്ന അളവ് എത്ര ആണെങ്കിലും, ഇവിടെ പല അളവുകൾ കിട്ടാം ബോഡിയുടെ ഷേപ്പ് അനുസരിച്ച്. ഇവിടെ കിട്ടുന്ന അളവ് എത്രയാണെങ്കിലും അതെടുക്കുക. അത് നമ്മൾ ഈ രണ്ടാമത്തെ ലൈനിൽ തന്നെ വെക്കുക. ആ അളവ് രണ്ടാമത്തെ ലൈനിൽ തന്നെ വെക്കുക. ഞാനിവിടെ 1.25 രണ്ടാമത്തെ ലൈനിൽ വെച്ചുണ്ടോ. അതിനുശേഷം നമുക്ക് ആം ഹോൾ ഇവിടെ എത്രയാണ് വേണമെന്ന് എഴുതിയേക്കുന്നത്? 8.25. ആ 8.25 വരുന്നിടത്ത് അങ്ങ് മാർക്ക് ചെയ്യാം. എന്നിട്ട് അളന്ന് നോക്കുക. എത്ര കിട്ടുന്നുണ്ട്? 6.5 കിട്ടുന്നുണ്ട്. അങ്ങനെ ചെയ്താലും ഈ അളവ് കിട്ടും. ഇത് കുറയ്ക്കുന്നതിനകത്ത് എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി, കറക്റ്റ് ആയിട്ട് കിട്ടും. അളവിനകത്ത് വ്യത്യാസം വരരുത്. അതുകൊണ്ടാണ് 2 രീതി പറഞ്ഞു തന്നെ. ഓക്കെ. ഈ 2 രീതിയിൽ ഏതെങ്കിലും ഒരു രീതി ചെയ്താൽ മതി. നമുക്ക് ചെസ്റ്റ് ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റിന്റെ മാർക്കിങ് എത്രയാ വന്നേ? 9.5 നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ആം ഹോൾ 6.5 അല്ലേ ഇറങ്ങി വന്നേ? 6.5യുടെ പകുതി 3.25 സെൻട്രൽ പോർഷൻ എടുക്കണം. എന്നിട്ട് 1/2 ഇഞ്ച് അകത്തോട്ട് മാറ്റി ഒരു മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആം ഹോൾ വരയ്ക്കാം. ആം ഹോൾ വരയ്ക്കുന്നത് ഈ അടിവശത്ത് ഈ ഒരു ഷേപ്പ് ഈ ലൈനിൽ ടച്ച് ചെയ്യണം. ഈ ഒരു ഷേപ്പ് ഇവിടെ ടച്ച് ചെയ്യണം.
ഈ ചരിവ് വരുന്നത് ഈ ഒരു ഭാഗത്ത് വരണം. ആ രീതിയിൽ വേണം ആം ഹോൾ കർവ് വെക്കാൻ. കണ്ടോ? ഇനി നമുക്ക് വരയ്ക്കാം. ഇനി നമുക്ക് അളന്ന് നോക്കാം. നമുക്ക് എത്രയാണ് വേണ്ടത്? 8.25 അല്ലേ വേണ്ടേ? 8.25 നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. കണ്ടോ? 8.25 കിട്ടും. ഈ ലൈനാണ് രണ്ടാമത്തെ ലൈനാണ്, മേളത്തെ ലൈൻ രണ്ടാമത്തെ ലൈൻ. 8.25 കിട്ടും. കണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ചെസ്റ്റ് ലൈൻ മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം, അല്ലെ താഴോട്ട് ഇറക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം. നമുക്ക് എത്രയാണോ ആം ഹോൾ വേണ്ടത് അതിനനുസരിച്ച് കറക്റ്റ് ചെയ്തെടുക്കണം. അടുത്ത് നമുക്ക് വേണ്ട ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ് ആണ്. ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ് വരുന്നത് 10 ഇഞ്ചാണ്. നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മുകളിലൂടെ കൂട്ടി 10.5 മാർക്ക് ചെയ്യാം. ഇടവണ്ണം വരുന്നത് നമുക്ക് 14 ഇഞ്ചിന്റെ അവിടെയാണ്. അവിടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി നമുക്ക് 14.5 മാർക്ക് ചെയ്യാം. ഹിപ്പിന്റെ പോർഷൻ വരുന്ന 20.5 അവിടാണ്. ഒരു 1/2 ഇഞ്ച് കൂട്ടി 21 മാർക്ക് ചെയ്യാം. ഇറക്കം വരുന്നത് നമുക്ക് 45 അല്ലേ? 45 നിന്ന് നമുക്കൊരു ലൈനിങ് ആയിട്ട് 1.5 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. 1.5 ഇഞ്ച് കുറച്ചെടുക്കുമ്പോൾ 45 1.5 കുറയുമ്പോൾ 43. മുകളിലെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് വേണം. 43 44 ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിത് വരയ്ക്കാം. അടിവശം മടക്കി അടിക്കാനെ കൊണ്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. കണ്ടോ? ഇനി നമുക്ക് വേണ്ടത് ബ്രസ്റ്റിന്റെ കാൽക്കുലേഷൻ. ബ്രസ്റ്റിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. നമുക്ക് എത്രയാണ് ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 36 ആണ്. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 കിട്ടി. അതിനോട് ലൂസ് 3/4 ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ 9.25. അതൊക്കെ മാർക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി വേസ്റ്റ് വണ്ണം. വേസ്റ്റ് വണ്ണം വരുന്നത് എത്രയാണ്? 31 ആണ്. 31 ആകുമ്പോൾ നമുക്ക് 31 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7.25 കിട്ടും അല്ലേ? 7.25 3/4 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുമ്പോൾ 7.25 8.5 കിട്ടി. അവിടെ മാർക്ക് ചെയ്തു. ബാക്കിൽ ടക്ക് വേണമെങ്കിൽ നമ്മൾ ടക്കിനുള്ള 8.5 കൂടെ ഒരു 4 ഇഞ്ച് കൂടെ കൂട്ടുക. വൺ സൈഡ് 8.25 മാർക്ക് ചെയ്യണം. അങ്ങനെ ബാക്കിൽ നമുക്ക് 1 ഇഞ്ച് ടക്കിന് കിട്ടും. ബാക്കിൽ ടക്ക് വേണമെങ്കിൽ ബാക്കിൽ ടക്ക് കൊടുക്കുന്നത് നല്ലതാണ്, ബോഡി ഷേപ്പ് ഒന്ന് കറക്റ്റ് കിട്ടാൻ വേണ്ടി. ചിലർക്ക് ടക്ക് കൊടുക്കുന്നത് ഇഷ്ടമല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കണ്ട. അങ്ങനെയാണ്. ഓക്കെ. ടക്ക് വേണമെങ്കിൽ 8.25 എടുക്കണം, അല്ലെങ്കിൽ 8.5 എടുത്താൽ മതി. ഇനി നമുക്കിത് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് തയ്യൽ തുമ്പർ 1.25 ഇഞ്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഇവിടോട്ടുള്ള ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ ചെസ്റ്റ് വരുന്നത്, ഇവിടെ ആ ബ്രസ്റ്റ് ഇങ്ങനെ വരുന്നത്. ഈ ബ്രസ്റ്റ് വണ്ണത്തിന്റെ വ്യത്യാസം അനുസരിച്ച് ഇങ്ങനെ മാറി വരാം. മാറി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ഈ സ്കെയിൽ വെച്ച് തന്നെ ഇങ്ങോട്ട് ചരിച്ച് മാറിയരുത്, എന്നാൽ പുറത്തോട്ട് ഒത്തിരി ചരിഞ്ഞു പോകരുത്. ചെറിയൊരു കർവ് കൊടുക്കണം. ഒത്തിരി ഷേപ്പും അല്ല, എന്നാൽ നേരെ അല്ലാത്ത രീതിയിൽ ചെറിയൊരു കർവ് കൊടുക്കണം. ഇങ്ങനെ വരുവേ, ചെറുതായിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. ഒത്തിരി അങ്ങ് പോയി കഴിഞ്ഞാൽ വൃത്തികേടാവും. കണ്ടോ? ചെറിയൊരു കർവാണ് കൊടുത്തേക്കുന്നത്. ചെറിയൊരു ഷേപ്പേ കൊടുത്തിട്ടുള്ളൂ, ഒത്തിരി പോകരുത്, ഇവിടുത്തെ വൃത്തികളാണ്. അത് ഇത്രയും പോർഷൻ കൂടുതൽ വന്നില്ലേ? ഇത് എത്ര വന്നു? ഇതൊരു 1/2 ഇഞ്ച് ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, വ്യത്യാസം വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി 3/4 ഇഞ്ചാക്കി കൊടുക്കാം. 1 പോയിന്റ് കൂടെ പുറത്തോട്ടെടുക്കാം. അത് നമുക്ക് 3/4 ഇഞ്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ 3/4 ഇഞ്ച് കൂടെ കൂടുതലല്ലേ വന്നേ? ഈ 3/4 ഇഞ്ച് ഇവിടെ ആം ഹോളിന് ടക്ക് കൊടുത്താൽ മതി. ആം ഹോൾ ടക്ക് പിടിച്ചു കഴിയുമ്പോൾ ഇവിടുത്തെ ആം ഹോൾ നമുക്ക് കുറയും അല്ലേ? ഇവിടുത്തെ ഈ ടക്ക് ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കാണിച്ചു തരാം എങ്ങനെയാണ്. നമുക്ക് ബ്രസ്റ്റിന്റെ പോയിന്റ് കണ്ടുപിടിക്കണം. ബ്രസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കാനെ കൊണ്ട് നമുക്ക് ബ്രസ്റ്റ് കൊണ്ട് എത്രയാണോ അതിന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 36 ബ്രസ്റ്റ് കൊണ്ട് വന്നേക്കുന്നത്. 36 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.6. അങ്ങനെ 3.25 1 പോയിന്റ് കുറവേ ഉള്ളൂ. അങ്ങനെ 3.25 നമുക്ക് എടുക്കാം. 3.25 നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്കിവിടെ 8.25 അല്ലായിരുന്നു ആം ഹോള്. 8.25 നമുക്കൊരു 3/4 ഇഞ്ച് ഇവിടെ ഇപ്പം കിട്ടിയല്ലോ. മൊത്തത്തിൽ 9 വന്നിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ എത്ര ഉണ്ടോ അതിന്റെ പകുതി എടുക്കണം. 9ന്റെ പകുതി 4.5 ഇവിടെ വരും. ഈ 4.5 അവിടോട്ട് നമുക്ക് ഈ ഒരു മാറിങ് ഇവിടെ വരണം കേട്ടോ. ഇത് ഇങ്ങനെ താഴെ വരെ വരരുത്. ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ചിന് ഗ്യാപ്പ് ഇവിടെ വേണം കേട്ടോ. ഇവിടെ നിർത്താം. ഇവിടെ വന്നു. ഓക്കെ. ഇനി ഇവിടുന്ന് നമുക്ക് ഈ ഒരു 3/4 ഇഞ്ച് ഉണ്ടല്ലോ, അത് ഇവിടെ കൊണ്ടുവരിക. ആ 3/4 ഇഞ്ച് നമുക്ക് ഇവിടെ കൊണ്ടുവരുമ്പം കണ്ടോ, ഇതിവിടെ കൊണ്ടുവന്നു. കാരണം ഈ ടക്ക് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. ഈ ടക്ക് പിടിച്ചു കഴിയുമ്പോൾ കറക്റ്റായിട്ട് ആം ഹോളും കുറയും, ഈ ചെസ്റ്റിന്റെ പോർഷൻ നമുക്ക് കുറവ് വരും, കറക്റ്റായിട്ട് ബോഡി ഷേപ്പ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യണ്ടേ. ഓക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്ലെയർ. ഇത് A-ലൈൻ ആണല്ലോ. അങ്ങനെ ഫ്ലെയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കൊടുക്കാം, തുണിയുടെ വീതി അനുസരിച്ച്. ഞാനിവിടെ 20 ഇഞ്ചാണ് കൊടുക്കുന്നത്. 20 കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ടേപ്പ് കറക്റ്റ് അടിക്കുന്നത്. ടേപ്പ് സ്കെയിലിന് ഇത്ര നീളമില്ല, അതുകൊണ്ടാണ് ടേപ്പ് ഇങ്ങനെ ഇവിടെ ചെയ്യുന്നത്. പിടിച്ചിട്ട് മാർക്ക് ഇവിടെ ചെയ്യാം.
താഴോട്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ടുള്ള ജോയിന്റ് ചെയ്യാം കേട്ടോ. അത് ഇത്രേ ഉള്ളൂ കാര്യം കണ്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ പോക്കറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ കുട്ടിയുടെ ക്ലാസ്സിലും പോക്കറ്റിന്റെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ സെയിം തന്നെ കൊടുക്കാം. പോക്കറ്റ് വേണമെങ്കിൽ കൊടുക്കാം, സ്ലീവ് വേണേലും കൊടുക്കാം. നമ്മൾ സ്ലീവ്ലെസ് പഠിക്കുന്നത്, സ്ലീവ് വേണേലും അതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. നമുക്കിത് ഇവിടെ വെക്കാം. ഇഞ്ചല്ലായിരുന്നു നമുക്ക് വേണ്ടേ. 20 ഇഞ്ച് കറക്റ്റ് എടുക്കാം. നമ്മുടെ സ്കെയിൽ വെച്ച് കറക്റ്റായിട്ട് മാറി. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 2 ഇഞ്ച് മുകളിലോട്ട് കയറ്റിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഹിപ്പ് കർവ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്യാം. മാർക്കിങ് കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, 2 വർഷം നമുക്ക് മാർക്ക് ചെയ്തു. ഇത് നമുക്ക് മാറ്റി വിടാം. നമുക്കൊരു ലൈൻ ആദ്യം മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് താഴോട്ട് മാറ്റി ഒരു ലൈനോടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് താഴോട്ടുള്ള ലൈനിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇനി നമുക്ക് ഈ ലൈനെല്ലാം കറക്റ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ചെസ്റ്റിന്റെ മാർക്കിങ് എത്രയാണ് വരുന്നത്? ഫ്രണ്ടിൽ അതുപോലെ മാർക്ക് ചെയ്യരുത്. ഫ്രണ്ടിൽ നമുക്ക് ആംഹോൾ ടക്ക് വരുന്നുണ്ട്, അതിൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് ഇവിടെ മാർക്കിങ് വന്നേക്കുന്നത്. ബാക്കി മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുള്ളൂ. നമുക്ക് എത്രയാണോ ചെസ്റ്റ് വണ്ണം വരുന്നത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 35-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.25. അതിനോട് 3/4 ഇഞ്ച് കൂട്ടി 9.5 മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. മാർക്ക് ചെയ്തു. വേസ്റ്റ് വണ്ണം വരുന്നത് എത്രയായിരുന്നു? നമുക്ക് 31 അല്ലായിരുന്നു. 31 ആകുമ്പോൾ 7.25, 7.25, 8.5. ബാക്കിൽ ടക്ക് വേണമെങ്കിൽ 8.25 മാർക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് 8.5. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കറക്റ്റ് വരയ്ക്കാം. ഇതാണ് ബ്രഷ് ലൈൻ വരുന്നത്. ബ്രഷ് ലൈൻ ഇവിടെ മാർക്ക് നമ്മൾ ചെയ്യേണ്ട. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബാക്കിൽ നമ്മൾ ആ ഷേപ്പ് കൊടുക്കരുത്, നേരെ വരയ്ക്കാവുള്ളൂ. ഈ ലൈൻ കറക്റ്റ് ചെയ്ത് ചെസ്റ്റും വേസ്റ്റും കറക്റ്റ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ മാത്രമേ ഷേപ്പ് കൊടുക്കാവുള്ളൂ.
നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എത്രയാണ് 9.75 അല്ലേ വരുന്നത്? 9.75. 9.75 ഈ 9.75 കറക്റ്റായിട്ട് ഈ ലൈനിൽ വെക്കുക. ബ്രസ്റ്റ് ലൈനിൽ എത്ര വരുന്നുണ്ട്? 19. 19 ആകുമ്പോൾ 38 ഇഞ്ച് വരുന്നുണ്ട്. നമുക്ക് എത്രയാണ് ബ്രസ്റ്റ് വണ്ണം ഉള്ളത്? ബോഡി മെഷർമെന്റ് 36 തയ്ച്ചു കഴിയുമ്പോൾ നമുക്ക് 2 ഇഞ്ച് ലൂസ് കിട്ടുന്നുണ്ട്. ആ 2 ഇഞ്ച് ലൂസിന്റെ ആവശ്യമേ ഇവിടെ നമുക്കുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇനി നമുക്ക് ആം ഹോൾ വരുന്നത് നമുക്ക് 6.5 അല്ലേ? 6.5യുടെ പകുതി 3.25. ഇത് നമ്മൾ ഷോൾഡർ മാറിക്കണം. ഷോൾഡർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ബാക്ക് ഷോൾഡർ ഫ്രണ്ട് ഷോൾഡർ നമ്മൾ വ്യത്യാസമുണ്ട്. ഫ്രണ്ട് ഷോൾഡർ നമ്മൾ എടുത്തത് എത്രയാണ് നമുക്ക് ബോഡി ഷോൾഡർ വന്നത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് അതിന്റെ പകുതിയാണ് നമ്മൾ മാറിയത്. ബാക്ക് ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണോ ഷോൾഡർ വരുന്നത് അതിന്റെ പകുതി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. രണ്ടും നമുക്ക് വ്യത്യാസമുണ്ട്. ബാക്ക് ഷോൾഡർ നമ്മൾ എത്രയാണ് എടുക്കണ്ടേ? നമുക്ക് 15 ആവുന്നത്. 15ന്റെ പകുതി 7.5. ഫ്രണ്ടിൽ എത്ര നമ്മൾ മാർക്ക് ചെയ്തേ? 14. 14ന്റെ പകുതി 7. കാരണം ഫ്രണ്ടിൽ 14 ഇഞ്ച് ഷോൾഡറും ബാക്കിൽ 15 ഇഞ്ച് ഷോൾഡറാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. അതിന് 1 ഇഞ്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ഫ്രണ്ട് ഷോൾഡറും ബാക്ക് ഷോൾഡറുമായിട്ട്. ഈ 1 ഇഞ്ച് വ്യത്യാസം നമുക്ക് ജോയിന്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ചെയ്യാനെ കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കഴുത്തിന്റെ വൈഡ് കഴുത്തിന്റെ വൈഡ് എത്രയാണോ എടുക്കുന്നത് അതിൽ നിന്നും ഈ ഫ്രണ്ട് ഷോൾഡറും ബാക്ക് ഷോൾഡറും തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ അതിൻ്റെ കൂടെ കൂട്ടിയിട്ടേ ബാക്ക് വൈഡ് എടുക്കാവുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ നമ്മളൊരു 7.5 ഇഞ്ചാണ് ഫ്രണ്ടിൽ നമ്മൾ വൈഡ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഷോൾഡറും ബാക്ക് ഷോൾഡറും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് ആദ്യം നോക്കണം. നമുക്ക് എത്രയാണ് വന്നേക്കുന്നത്? 1 ഇഞ്ച് അല്ലേ വ്യത്യാസം വന്നേക്കുന്നത്? ഫ്രണ്ടിൽ 14 ബാക്കിൽ 15 ആണ് വന്നേക്കുന്നത്. 1 ഇഞ്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഫ്രണ്ടിൽ എടുത്തേക്കുന്ന ഷോൾഡർ കഴുത്തിന്റെ വൈഡ് 7.5. അത് 7.5 എന്നുള്ളത് ബാക്ക് വൈഡ് വരുമ്പോൾ 8.5 കൊടുക്കണം. എങ്കിലേ ഷോൾഡർ ജോയിന്റ് ചെയ്യുമ്പോൾ കറക്റ്റ് വരുള്ളൂ. അത് ഇട്ട് കഴിയുമ്പോൾ ബാക്കിന്റെ വിരിവ് അനുസരിച്ച് ബാക്ക് കറക്റ്റ് ആയിട്ട് നിൽക്കും. ഫ്രണ്ടിന്റെ വിരിവ് കുറവായതുകൊണ്ട് ഫ്രണ്ട് നമുക്ക് ഷോൾഡർ കുറവായി വന്നതുകൊണ്ട് ഫിറ്റിംഗ് കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. കഴുത്തൊന്നും ലൂസായിട്ട് പോയില്ല. ഓക്കെ, അത് ഓർമ്മ വേണം കേട്ടോ. കഴുത്തിന്റെ വൈഡ് കൊടുക്കുന്നത് എപ്പോഴും രണ്ട് ഇതിലായിരിക്കണം. ഒറ്റ വൈഡ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ജോയിന്റ് ചെയ്യുമ്പോൾ ഷോൾഡറിന് വ്യത്യാസം വരും. ഇനി നമുക്ക് ആം ഹോൾ കർവ് കറക്റ്റ് വെക്കാം. നമുക്ക് അളന്ന് നോക്കാം. 8.25 വേണ്ടേ? 8.25 കിട്ടുന്നുണ്ട്. ഉണ്ടോ? അതിനകത്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ ചെസ്റ്റ് ലൈൻ മുകളിലോട്ടോ അല്ല താഴോട്ടോ മാറ്റി കറക്റ്റ് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് തയ്യൽ തുമ്പ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഷോൾഡർ സ്ലോപ്പ് വേണം അല്ലേ? ഷോൾഡർ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ എത്രയാണോ സ്ലോപ്പ് എടുത്തത് അതിൽ നിന്ന് 1/2 ഇഞ്ച് കൂട്ടി ബാക്കി എടുക്കുക. അത്രേ ഉള്ളൂ. ഫ്രണ്ടിൽ നമ്മൾ 3 ഇഞ്ചല്ലേ എടുത്തേക്കുന്നത്. 3ന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടുമ്പോൾ 3.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്ലോപ്പ് മാർക്ക് ചെയ്യാം. ഇത്രേ ഉള്ളൂ. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ വന്നിട്ട് ഇതിന്റെ വേസ്റ്റ് ലൈൻ കറക്റ്റ് ചെയ്ത് വെക്കണേ. വേസ്റ്റ് ലൈൻ നോക്കുള്ളൂ, ബാക്കിയുള്ള ലൈൻ നോക്കരുത്, വ്യത്യാസം ഉണ്ടാവും. വേസ്റ്റ് ലൈൻ കറക്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് താഴോട്ട് മാർക്ക്. ഇവിടുന്ന് താഴോട്ടുള്ളത് ഈ രീതിയിൽ തന്നെ പോകണം. ഈ സെയിം തന്നെയാണല്ലോ വരുന്നത്. ഈ ഒരു ഇത് വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. താഴെ ജോയിന്റ് ചെയ്യാനുള്ള പോർഷൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ. പോക്കറ്റ് വേണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് 6 ഇഞ്ച് ഓപ്പൺ ഇവിടെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പോക്കറ്റ് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ കഴിഞ്ഞ കുർത്തിയുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ അറ്റാച്ച് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കഴുത്ത് മാറിയുന്നതാണ്. കഴുത്ത് മാറിയാനെ കൊണ്ട് നമുക്ക് 6.5 ഇഞ്ചാണ് ഇറക്കം വരുന്നത്. 6.5 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോയിട്ട് 7 ഇഞ്ച് ഇവിടെ വരും. അത് നമ്മളിങ്ങനെ വി പോലെ വരണം, പടി പോലെ വരുന്നുണ്ട് അല്ലേ? അത് നമുക്ക് കറക്റ്റ് അളവ് ആദ്യം മാർക്ക് ചെയ്യാം. നമുക്ക് വൈഡ് വേണ്ടത് ഒരു 8 ഇഞ്ച് വൈഡാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് പോർഷൻ 8 ഇഞ്ച് വൈഡ്. 8 ആകുമ്പോൾ 8ന്റെ പകുതി 4.
ഇതാണ് നമുക്ക് കറക്റ്റ് അളവ് വരേണ്ടത്. അന്നേരം നമുക്ക് ഇറക്കവും മാർക്ക് ചെയ്യുക, വൈഡും എത്ര വേണോ തയ്ച്ചു കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഇറക്കമെല്ലാം തയ്യൽ തുമ്പോട് കൂട്ടിയിട്ടാണ്, ഇറക്കത്തിന് തയ്യൽ തുമ്പോട് കൂട്ടിയിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ആ പടിയുടെ വീതി നമ്മൾ എത്ര കൊടുക്കുന്നതെന്നുള്ളത്, ഞാനിവിടെ ഒരു 1 ഇഞ്ച് വീതിയാണ് കൊടുക്കുന്നത് പടിക്ക്. വണ്ണം ഉള്ളവരാണെങ്കിൽ 1.25 1.5 കൊടുക്കാം കേട്ടോ, വണ്ണത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. 1 ഇഞ്ച് അത് നമ്മൾ മാർക്ക് ചെയ്യണം. ഇങ്ങനെയാണ് പടി വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ കട്ട് ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം ആ പടി നമുക്ക് അടിച്ച് ജോയിന്റ് ചെയ്യാനുള്ള, ഇവിടെ നമുക്ക് പടി അടിച്ച് ജോയിന്റ് ചെയ്യുമ്പം ഈ ഒരു പോർഷനിലേ വരാൻ പാടുള്ളൂ. അത് ഇവിടെ നമുക്ക് ഈ 1 ഇഞ്ചിന്റെ അവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് 1/4 ഇഞ്ച് ഒരു പോയിന്റ് വീണ്ടും കുറഞ്ഞിട്ട് ഇവിടെ തളവിനകത്തും കുറവ് വരും. അത് ഇതിൽ നിന്ന് തയ്യൽ തുമ്പ് കൂട്ടിയിടണം. അതായത് 1 ഇഞ്ച് എടുക്കുന്നതിന് പകരം 1 ഇഞ്ചാണ് നമുക്ക് ഇവിടെ പടിയുടെ വീതി വരണമെങ്കിൽ 3/4 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി, അല്ല 1/2 ഇഞ്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ മതി തയ്യൽ തുമ്പ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ തയ്യൽ തുമ്പിന് വേണ്ടി പ്രത്യേകം മാർക്ക് ചെയ്യുന്നത്. കണ്ടോ? അതുപോലെ അടിവശം ഉണ്ടല്ലോ, അടിവശം നമ്മൾ കറക്റ്റ് അല്ലേ എടുത്തേക്കുന്നത്. അതിന് ഇവിടെ തന്നെയാണ് ആ മാറിങ് നമ്മൾ കട്ട് ചെയ്ത് വരുന്നെങ്കിൽ വീണ്ടും താഴെ തയ്യൽ തുമ്പ് വീണ്ടും പോയി കഴിയുമ്പോഴത്തേനും വീണ്ടും ഇറങ്ങും. അത് നമ്മൾ ചെയ്യേണ്ടത് ആ തയ്യൽ തുമ്പ് മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്യണം. 1/4 ഇഞ്ച് ഒരു പോയിന്റും നമുക്ക് മുകളിലോട്ട് തയ്യൽ തുമ്പ് കയറ്റി മാർക്ക് ചെയ്യാം. കണ്ടോ? അന്നേരം ഇത്രയാകുമ്പം ഇവിടാണ് നമുക്ക് മാറിങ്ങി വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇവിടാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് തയ്ച്ച് കഴിയുമ്പോൾ ഇവിടെ വരും. കണ്ടോ? അല്ലാതെ ഇവിടെ വെച്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ കട്ട് ചെയ്താൽ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് താഴോട്ട് വരും, വീണ്ടും ഇറക്കം കൂടും. അത് കറക്റ്റ് ചെയ്യണം. ഇറക്കത്തിനെക്കാട്ടിലും ഇത് എടുക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, മുകളിലെ തയ്യൽ തുമ്പ് ഒഴിവാക്കിയിട്ട് നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത് തന്നെ എടുക്കണം. അങ്ങനെ തയ്യൽ തുമ്പ് ഓട്ടോമാറ്റിക്കലി ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് താഴോട്ട് ഇറക്കി വരുമ്പോഴത്തേന് മുകളിലെ തയ്യൽ തുമ്പ് ഇവിടെ കിട്ടിക്കോളും, ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിക്കോളും. അങ്ങനെയും ചെയ്യാം കേട്ടോ. അത് ഇത് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പടിയുടെ വീതി ഇവിടെ 1 ഇഞ്ചല്ലേ വരുന്നത്, ആ 1 ഇഞ്ച് വീതി 1 ഇഞ്ചിന്റെ പകുതി, അത് 1/2 ഇഞ്ചല്ലേ, 1/2 ഇഞ്ച് വീതി ഇവിടെ മാർക്ക് ചെയ്യണേ. മാർക്ക് ചെയ്തിട്ട് ഈ ലൈൻ നമ്മൾ ഇങ്ങോട്ട് ചരിച്ചു കൊടുക്കണം. ഈ കട്ട് ചെയ്യുന്ന ലൈനാണ് ഇങ്ങോട്ട് ചരിച്ചു കൊടുക്കണം. കണ്ടോ? ഈ ലൈനേ കൂടെ കട്ട് വരാവുള്ളൂ. അടിച്ചു കഴിയുമ്പോഴത്തേനും ആ 1 ഇഞ്ച് വീതി നമുക്കിത് കറക്റ്റായിട്ട് കവർ ചെയ്ത് കിടക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും മാറി കണ്ടപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നോ? അതായത് നമുക്ക് എത്രയാണോ എടുക്കേണ്ടത് ഇറക്കം വരണ്ടേ അത് നമ്മൾ മാർക്ക് ചെയ്യുക. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം, തിരിച്ചിട്ട് കാണിച്ചു തരാം. നമുക്ക് ഇറക്കം വരണ്ടേ, ഇപ്പൊ 6.5 ഇഞ്ചാണ് ഇറക്കം വരുന്നത്. അന്നേരം 6.5 കൂടെ തയ്യൽ തുമ്പോൾ കൂട്ടി 7 ഇഞ്ച് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. അന്നേരം അതുകൊണ്ടാണ് അടിവശത്തെ തയ്യൽ തുമ്പ് നമ്മൾ വീണ്ടും ഇറങ്ങി വരുന്നതുകൊണ്ടാണ് അവിടുന്ന് ചിലവിടെ കുറച്ചത്. അന്നേരം എത്രയാണോ ഇറക്കം വരുന്നത് അത് തന്നെ മാർക്ക് ചെയ്താലും മതി. 6.5 നമുക്ക് കഴുത്തിറക്കം തയ്ച്ചു കഴിയുമ്പോൾ വേണ്ടതെങ്കിൽ അത് തന്നെ മാർക്ക് ചെയ്യാം. താഴെ നമുക്ക് തയ്യൽ തുമ്പ് അടിച്ചു മറിക്കുമ്പോൾ ഇത് ഇറക്കം ഇവിടെ കൂടുകയും ചെയ്യും, ഷോൾഡർ പിടിക്കുമ്പോൾ ഇറക്കം കറക്റ്റായിട്ട് വരികയും ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വൈഡ് നമുക്ക് 8 ഇഞ്ചാണ് കൊടുക്കുന്നത്, അന്നേരം 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് പടിയുടെ വീതി ഞാനിവിടെ കൊടുക്കുന്നത് 1 ഇഞ്ചാണ്. 1 ഇഞ്ച് വീതി ആകുമ്പോൾ നമുക്ക് എത്ര വീതി വേണോ അതിൽ നിന്നൊരു പടിയുടെ വീതി 1 ഇഞ്ചാണ്. 1 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഈ മാർക്ക് വന്നത് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ട അളവാണ് ഈ വന്നേക്കുന്നത് കേട്ടോ. തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ട ഷേപ്പാണ് ഇത് കറക്റ്റായിട്ട് വരണ്ടേ. ഇനി പടി വരുന്നത് ഇവിടെ വരണം. പടി ഇവിടെ വരുമ്പം പടി ഇവിടെ വരാനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പടി നമുക്ക് അടിച്ച് ജോയിന്റ് ചെയ്യാനെ കൊണ്ട് തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്യണം. തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്ന ഇതിൽ നിന്ന് 1/4 ഇഞ്ച് കുറയ്ക്കണം. 1/4 ഇഞ്ച് ഒരു പോയിന്റ്, തയ്യൽ തുമ്പ് എത്രയാണോ എടുക്കുന്നത് അത് കുറയ്ക്കുക, മാർക്ക് ചെയ്യുക. അന്നേരം 1 ഇഞ്ചിന് എടുക്കുന്നതിന് പകരം തയ്യൽ തുമ്പ് കൂടെ കുറച്ചിട്ട് 1/2 ഇഞ്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്താലും മതി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ അടിവശം നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് വേണ്ടത് മൊത്തത്തിൽ ഈ പടിയുടെ വീതി എത്ര, 1 ഇഞ്ചല്ലേ. അന്നേരം നമുക്ക് അടിവശം ആ 1 ഇഞ്ച് കിട്ടിയാൽ മതി. 1 ഇഞ്ച് എന്ന് പറയുമ്പം ഇത് മടക്കി ഇട്ടേക്കുന്നതുകൊണ്ട് 1/2 ഇഞ്ച്, ഒരു പോയിന്റ് കൂടിയാലും കുഴപ്പമില്ല, ചരിഞ്ഞ് വരുന്നത് കൊണ്ട് ഇവിടെ വരും. ഈ ചരിവ് നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങോട്ടാണ്. കണ്ടോ പറഞ്ഞേ, ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്യാൻ മാർക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. ഇത് ഇങ്ങനെ തന്നെ വെച്ച് പേപ്പറിന് അത് 2-3 കട്ട് ചെയ്യണം, അന്നേരം അത് മനസ്സിലാവും. എന്നിട്ട് നമ്മളിത് ഇവിടെ കട്ട് ചെയ്യാം. കണ്ടോ, ഇവിടെ നമുക്ക് തയ്യൽ തുമ്പും കൂടെ വരുന്ന കഴിയുമ്പോഴത്തേന് ഇതിങ്ങോട്ട് ഇറങ്ങി വരും. ഇവിടെ നമുക്ക് പടി അടിച്ചു കഴിയുമ്പോൾ ഇറങ്ങിയാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വരും, കണ്ടോ.
അന്നേരം ഈ പറഞ്ഞ രീതിയിൽ തന്നെ മാർക്ക് ചെയ്യണം. അത് നമുക്ക് ഇവിടെ നമുക്ക് അളവ് നോക്കി 1 ഇഞ്ച് കറക്റ്റ് ഉണ്ട് കണ്ടോ. ഇത് നമ്മളിവിടെ ഈ ഇറക്കം സൈഡിലൂടെ ഇറങ്ങി വരും, കാരണം ഇവിടെ നമുക്ക് ഇറങ്ങിയിട്ടാണ് ഇവിടെ ജോയിന്റ് ചെയ്യുന്നത്. ജോയിന്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് അകത്തോട്ട് മടക്കിയിട്ടാണ് അടിക്കുന്നത്. അതെങ്ങനെ സ്റ്റിച്ചിങ് പോർഷൻ അത് കാണിച്ചു തരാം. അത് ഞാൻ ആ പറഞ്ഞ രീതിയിൽ തന്നെ മാർക്ക് ചെയ്യുക. ന്യൂസ് പേപ്പറിനകത്ത് 2 പ്രാവശ്യം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് മാർക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണം തുണിയെ മാർക്ക് ചെയ്യാൻ. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് തുണിയിൽ വെച്ച് മാർക്ക് ചെയ്യാം.